ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് നമുക്ക് മട്ടൻ്റെ ഇറച്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് അടിപൊളിയായിട്ട് കുക്കറിലൊരു റോസ്റ്റാക്കി എടുത്താലോ. അപ്പോൾ അതിനായിട്ട് കുക്കറിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, ബേ ലീഫ്, വലിയ ജീരകം, ഉലുവ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഇനി ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ ചെറിയ ഉള്ളി ഞാനൊരു 10-20 എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഉള്ളി നമ്മളുടെ സ്പൈസസൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ഇനി ഒരു സവാള, ഒരു 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുള്ളൂ. നമ്മൾ ഇറച്ചി ക്വാണ്ടിറ്റി കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഒരു സവാള എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഉള്ളി പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഉപ്പും ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഇട്ടാൽ പെട്ടെന്ന് നമ്മൾ ഉള്ളി വഴണ്ട് കിട്ടും കേട്ടോ. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന ടിപ്സ് തന്നെയാണ്, ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ മെത്തേഡ് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ചട്ടിയിലൊക്കെ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. കുറച്ചധികം നേരം കുക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. മട്ടൻ അതിനെക്കൊണ്ട് കുറച്ച് വേവൊക്കെ ഉണ്ടാവും. പിന്നെ ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ സമയത്തിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, വലിയ ജീരകം പൊടിച്ചത്, കുറച്ച് മീറ്റ് മസാലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് വീണ്ടും ഒന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ പച്ച ആ ചുവ ഒന്ന് മാറണ വരെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊടികളെ കുത്തലൊക്കെ ഒന്ന് മാറി കിട്ടണ വരെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മസാല സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പൊടിയൊക്കെ നല്ലോണം മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ അതിലേക്ക് ഒരു തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം അതും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇറച്ചിയും ഈ മസാലയും കൂടെയൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ആവണ രീതിയിൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം നമുക്ക് കുറച്ചധികം വെച്ച് കൊടുക്കാം കേട്ടോ. എനിക്ക് തന്നെ ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്, കുറച്ച് വെള്ളം കുറഞ്ഞു പോയി. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ അത് നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5-8 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ആട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.